കണക്ക് പിള്ളേ, ഈ GST മാറ്റം കാരണം വലിയ വില കൊടുക്കേണ്ടി വരുന്നത് എന്തിനൊക്കെയാ? GST മാറ്റം കാരണം വലിയ വില കൊടുക്കേണ്ടി വരുന്ന കുറച്ചധികം പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് തിയേറ്ററിലൊക്കെ പരസ്യം കാണുമ്പോൾ കാണിക്കുന്ന കുറച്ചധികം സിൻ ഗുഡ്സ് ഉണ്ട്. അപ്പൊ സിൻ ഗുഡ്സിനെല്ലാം നമ്മൾ 28% എന്നുള്ള സ്ലാബിൽ നിന്ന് മാറി 40% മാറിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ബിവറേജസ്, നോൺ ആൽക്കഹോളിക് ബിവറേജസ്, പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അപ്പൊ ഇതിനെല്ലാം നമുക്ക് ടാക്സ് സ്ലാബ് മാറിയിട്ടുണ്ട്. 350 cc മേലുള്ള ബൈക്കുകൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി കാർസ് ഉണ്ട്. അപ്പൊ അതല്ലാതെ ലക്ഷറിയുടെ അണ്ടറിൽ വരുന്ന കാർസുകൾ, ഇതിനെല്ലാം നമുക്ക് 28% എന്നുള്ള സ്ലാബിൽ നിന്ന് മാറി 40% എന്നുള്ള സ്ലാബിലോട്ട് ഒറ്റയടിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്ലബ്ബുകളുടെ രജിസ്ട്രേഷൻസ്, പിന്നെ റേസിംഗ് ക്ലബ്ബുകൾ, അപ്പൊ അങ്ങനെയുള്ള അതിന്റെ അണ്ടറിൽ വരുന്ന ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ഇങ്ങനെയുള്ള കാറ്റഗറീസ് എല്ലാം ഒറ്റ സ്ലാബ് 40% ചേഞ്ച് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, നമ്മൾ ലക്ഷറി ആയിട്ട് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്സ് ഇല്ലേ, അല്ലെങ്കിൽ ലക്ഷറിയുടെ അണ്ടറിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റ്സ് നമ്മൾ ലീസിന് കൊടുക്കുകയോ റെന്റിന് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർവീസ് കോസ്റ്റ് കിട്ടുമല്ലോ, അതിന് നമ്മൾ 40% ആണ് ടാക്സ് സ്ലാബ് യൂസ് ചെയ്യേണ്ടത്. കുറച്ച് കാറ്റഗറീസും കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് കണക്ക് പിള്ളയെ ഫോളോ ചെയ്താൽ